ഇന്ത്യൻ നിയമവാഴ്ചയുടെ ഒരു പുതിയ അധ്യായം, വളരെ നൂതനമായ ഒരു അധ്യായം ജൂലൈ 1 2024 ജൂലൈ 1 ആരംഭിക്കുക. 50 വർഷം പഴക്കമുണ്ടായിരുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഏതാണ്ട് ഉടച്ചു വാർത്ത് അതിലെ എല്ലാ നല്ല വശങ്ങളും ഉൾപ്പെടുത്തി സുപ്രീം കോടതി, ഹൈക്കോടതികളും സുപ്രീം കോടതിയും പറഞ്ഞിട്ടുള്ള ഏതാണ്ട് വളരെയധികം നിഗമനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ അന്തരീക്ഷത്തിൽ, പുതിയ ശാസ്ത്രീയമായ വെളിച്ചത്തിൽ ഒരു ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഒരു പുതിയ നിയമം നാളെ മുതൽ നടപ്പാവുകയാണ്. ഈ നിയമത്തിൽ 1-2 കാര്യങ്ങൾ പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഇത് ശാസ്ത്രീയമായി അപഗ്രഥിക്കപ്പെടേണ്ടതും നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന എല്ലാവിധ ക്രിമിനൽ വാസനകളെയും എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുന്നതും, ശിക്ഷ വളരെ കഠിനമായ ശിക്ഷകൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല നിയമസംഹിതയാണ് നമുക്ക് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 നൽകുന്നത്. ഈ നിയമത്തിന് വളരെ ചുരുക്കി BNSS എന്ന് വേണമെങ്കിൽ പറയാം. BNSS, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023. ഇത് വളരെയധികം വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന, പഴയതിൽ നിന്നും വിഭിന്നമായി 484 വകുപ്പുണ്ടായിരുന്ന CRPCയിൽ നിന്ന് വിഭിന്നമായി 531 വകുപ്പുകളുള്ള ഒരു നിയമസംഹിതയാണ്. ഈ നിയമസംഹിതയ്ക്ക് ഒരു ഷെഡ്യൂളുണ്ട്. ഈ ഷെഡ്യൂള് കുറ്റകൃത്യങ്ങൾക്ക് നൽകുന്ന ശിക്ഷ, അവയുടെ ശിക്ഷയുടെ കാലാവധി, പിഴ, അത് വിചാരണ ചെയ്യുന്ന കോടതികളുടെ വിശദീകരണം എല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഷെഡ്യൂള്. ഇതിനെക്കുറിച്ചൊക്കെ സമഗ്രമായി നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ആദ്യമായി ഒരു ക്രിമിനൽ കേസ് ആരംഭിക്കുന്നത് ഫസ്റ്റ് ഇൻഫർമേഷനിൽ നിന്നാണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായ ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തെക്കുറിച്ച് വിവരം ലഭിക്കുകയാണ്. അത് കൊഗ്നൈസബിൾ ആകാം, അതായത് പോലീസിന് നേരിട്ട് എടുക്കാവുന്ന വകുപ്പുകളാകാം, അതല്ല കോടതിയുടെ അനുമതിയോടുകൂടി അന്വേഷണം ആരംഭിക്കാൻ കഴിയുന്ന വകുപ്പുകളാകാം. അവയെ വളരെ വിശാലമായ അർത്ഥത്തിൽ നേരത്തെ നിയമം അവയെ വേർതിരിച്ചിരിക്കുന്നത് കൊഗ്നൈസബിൾ ആൻഡ് നോൺ കോഗ്നൈസബിൾ ഒഫൻസുകളെന്ന്. നേരിട്ട് എടുക്കാവുന്ന, പോലീസിന് നടപടി സ്വീകരിക്കാവുന്ന, അടിയന്തിരമായ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന കുറ്റകൃത്യങ്ങളും കോടതിയുടെ അനുമതിയോടുകൂടി മാത്രം കോഗ്നൈസബിൾ ആയി പരിഗണിച്ച് അവയെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ്. ഈ ഫസ്റ്റ് ഇൻഫർമേഷനിലെ ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന വകുപ്പ് എന്ന പദം ഇതിൽ നിർവചിച്ചിട്ടില്ല. എന്നാൽ പ്രയോഗ സാധാരണത്വം കൊണ്ട് പണ്ട് തൊട്ടേ നമ്മളൊരു നിയമവാഴ്ചയുടെ തണലിൽ സുരക്ഷിതമായി കഴിയുന്ന ഒരു ജനവിഭാഗമായതുകൊണ്ട് നമുക്ക് തീർച്ചയായും ഈ ഇൻഫർമേഷൻ എന്താണ് എന്നറിയാം. അത് ഒരാൾക്ക് മറ്റൊരാൾ ഒരു പോലീസ് സ്റ്റേഷനിൽ നൽകുന്ന വിവരമാണ്. ആ വിവരം അറിയുന്ന ആളാവാം, നേരിട്ട് ചെന്ന് നോൺ പേഴ്സൺ, വ്യക്തികൾ അറിയുന്ന വ്യക്തികൾ ചെന്ന് പറയുന്നതാവാം, അതല്ലെങ്കിൽ ഈ വിവരം ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാവാം. പുതിയ FIR ഇടുന്നത് 173 എന്ന വകുപ്പ് പ്രകാരമാണ്. അധ്യായം 13 പ്രതിപാദിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫ് കോഗ്നൈസബിൾ ഒഫൻസസ് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന അധ്യായത്തിൽ 173ാമത് വകുപ്പിലാണ് ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ വരുന്നത്. ഇതിൽ
പഴയ അതിൽ നിന്ന് വ്യത്യസ്തമായി 4 ഉപവകുപ്പുകളുണ്ട്. 4 ഉപവകുപ്പുകളിൽ ആദ്യം പറയുന്ന ഉപവകുപ്പ് 1 173(1) പറയുന്നത് ഇൻഫർമേഷൻ ഓറലായി കൊടുക്കാം. ഓറലായി കൊടുക്കുന്ന ഇൻഫർമേഷനുകൾ പോലീസ് ഉദ്യോഗസ്ഥൻ, പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ അത് എഴുതി റെഡ്യൂസ്ഡ് റൈറ്റിംഗ് എഴുതിയെടുക്കേണ്ടതാണ്. എഴുതിയെടുത്ത് സുരക്ഷിതമായി വെക്കേണ്ടതും ഈ എഴുതിയെടുക്കുന്ന വിവരം വകുപ്പ് 173(3) പ്രകാരം അതിൻ്റെ കോപ്പി ഉടനെ തന്നെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അയക്കുകയോ അതല്ലെങ്കിൽ ഈ വിവരം കൊടുക്കുന്ന ആളിന് ഈ കോപ്പി കൊടുക്കുകയോ ചെയ്യണം. കോപ്പി കൊടുക്കേണ്ടത് നിർബന്ധമായിട്ട് ഉള്ളതാണ്. അത് പഴയ നിയമത്തിൽ നിന്ന് അതേപടി തന്നെ പകർത്തിയെടുത്ത ഒരു വകുപ്പാണ്. രണ്ടാമത് 73(2) ഉപവകുപ്പ് 2 പറയുന്നത് ഇലക്ട്രോണിക് മാധ്യമത്തിൽ കിട്ടുന്ന ഇൻഫർമേഷനും ഫസ്റ്റ് ഇൻഫർമേഷനായി പരിഗണിക്കണം. അത് ഫസ്റ്റ് ഇൻഫർമേഷനായി പരിഗണിക്കണമെന്ന് മാത്രമല്ല, അത് സെക്ഷൻ 74 മുതൽ 124 വരെയുള്ള വകുപ്പുകളിൽ 64 മുതൽ 79 വരെയും 124 പറയുന്ന വകുപ്പുകളിൽ പെടുന്ന വിവരങ്ങളാണെങ്കിൽ അത് ഒരു ലേഡി പോലീസ് ഓഫീസർ തന്നെ ആയിരിക്കണം രേഖപ്പെടുത്തേണ്ടത്. അതായത് സെക്ഷൻ 64 മുതൽ 79 വരെയുള്ളത് സ്ത്രീകളുടെ മേലുള്ള അതിക്രമങ്ങളാണ്. ബലാത്സംഗം, കൂട്ടബലാത്സംഗം, അത്തരത്തിലുള്ള സ്ത്രീത്വത്തിന് എതിരെ വരുന്ന എല്ലാ കുറ്റകൃത്യങ്ങളുമാണ് ഈ 64 മുതൽ 74 വരെ പറഞ്ഞു വരുന്ന കുറ്റകൃത്യങ്ങൾ. അവ റെക്കോർഡ് ചെയ്യുന്നത് അത് വനിതയാണ്, ഒരു വനിതാ പോലീസ് ഓഫീസർ തന്നെ ആയിരിക്കണം അത്തരം ഇൻഫർമേഷനുകൾ രേഖപ്പെടുത്തേണ്ടത്. മറ്റൊന്ന്, ശാരീരികമായി അവശതയുള്ള ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മൊഴി വകുപ്പ് 173(1) ഉപവകുപ്പ് 2A പ്രകാരം അത്തരം ആളുകളുടെ പരാതികൾ, ഇൻഫർമേഷൻ അവരുടെ വീടുകളിൽ പോയി പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. വീടുകളിൽ തന്നെ ചെന്ന് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത്തരം ആളുകൾ ചികിത്സയിലോ മറ്റോ ഏതെങ്കിലും സൗകര്യപ്രദമായ മറ്റു സ്ഥലത്താണെങ്കിൽ അവിടെ എത്തി അവരുടെ ഇൻഫർമേഷൻ രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം പറയുന്നു. അതിൻ്റെ B ആവശ്യപ്പെടുന്നത് ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള, ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ള, അവശതകളുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അത് വീഡിയോഗ്രാഫ് ചെയ്യണമെന്നാണ്. അത് വീഡിയോയിൽ ചിത്രീകരിക്കണം. ആ വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് തെളിവായി സ്വീകരിക്കേണ്ടതാണ്. മറ്റൊന്ന്, 173 ഉപവകുപ്പ് 2 പ്രകാരം എടുത്തിരിക്കുന്ന രേഖകളുടെ കിട്ടുന്ന വിവരങ്ങൾ അല്ലെ എഴുതിയെടുക്കുന്ന വിവരങ്ങൾ, ഇൻഫർമേഷൻ്റെ കോപ്പി ഉടൻ തന്നെ ഈ ഇൻഫർമന്റിന് നൽകേണ്ടതാണ്. ആരാണോ വിവരം കൊടുക്കുന്നത് അയാളുടെ ഇൻഫർമേഷൻ നൽകുന്ന ആളുടെ ഒപ്പ് ആ രേഖയിൽ വാങ്ങാവുന്നതും സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു മൊഴിയാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റായി പരിഗണിക്കുന്നത്. 173 ഉപവകുപ്പ് 3(2) പ്രകാരം മറ്റൊന്ന്, ഈ ഏറ്റവും പ്രധാനമായി വന്നിട്ടുള്ള ഒരു മാറ്റം, ഈ മൊഴി ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ആണോ അല്ലയോ എന്ന് പരിശോധിച്ച് അതിൽ പ്രഥമ ദൃഷ്ട്യാ കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അന്വേഷണം ഉടൻ ആരംഭിക്കാം. പ്രഥമ ദൃഷ്ട്യാ കേസ് ഉണ്ട് എന്ന് ഉണ്ടെങ്കിൽ മാത്രം അന്വേഷണം ആരംഭിക്കാം. പ്രഥമ ദൃഷ്ട്യാ കേസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തുന്നതിന് 173(3) എന്ന വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നുണ്ട്. അത് CRPC പഴയ CRPCയിൽ നിന്ന് വളരെ മാറ്റമുള്ള ഒരു വകുപ്പാണ്.
173(3) പ്രകാരം ഏത് കോഗ്നൈസബിൾ ഒഫൻസ് വന്നാലും ആ ഒഫൻസിനെ കുറിച്ചൊരു പ്രാഥമിക അന്വേഷണം നടത്തി അത് പ്രഥമ ദൃഷ്ട്യാ ശരിയാണ് എന്ന് കണ്ടാൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. 173 ഉപവകുപ്പ് 4 പ്രകാരം വീണ്ടും ഒരു സുരക്ഷ സാധാരണ പൗരന്, ഒരു പരാതിക്കാരന്, ഇൻഫർമന്റിന് നൽകുന്നുണ്ട്. ഒരു പരാതിക്കാരൻ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ സമീപിച്ച് തൻ്റെ പരാതി കൊടുത്താൽ അതിൽ നടപടിയെടുക്കാൻ വിസമ്മതിക്കുകയോ പരാതി രേഖപ്പെടുത്താൻ വിസമ്മതിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ആ പരാതി എഴുതി സാധാരണ പോസ്റ്റൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആ ജില്ലയിലെ പോലീസ് മേധാവിക്ക് നേരിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. നേരിട്ട് പോയി പറയണമെന്നില്ല. നേരിട്ട് അയച്ചു കൊടുത്ത് കിട്ടുന്ന പരാതികൾ പോലീസ് സൂപ്രണ്ട് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തൻ്റെ കീഴുദ്യോഗസ്ഥരെ കൊണ്ടോ താൻ നേരിട്ടോ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാവുന്നതാണ്. ഇത്രയും പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് CRPC ഇന്നലെ വരെ ഉണ്ടായിരുന്ന CRPCയിൽ നിന്ന് നമ്മൾ കാണുന്നത്. അതിൽ പ്രധാന മാറ്റങ്ങൾ ഒന്നുകൂടെ പറയാം. ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും കൊടുക്കാം. സംഭവം നടന്ന പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ തന്നെ ചെന്ന് വിവരം നൽകണമെന്നില്ല. എവിടെ വെച്ചാണ് നിങ്ങൾക്ക് ഒരു വിവരം ലഭിക്കുന്നതെങ്കിൽ അത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ആ ഇൻഫർമേഷൻ നൽകാവുന്നതാണ്. രണ്ടാമത്, വനിതകളുടെ നേരെയുള്ള അതിക്രമങ്ങളെല്ലാം കൃത്യമായി യാതൊരു വിധമായ വൈഷമ്യവുമില്ലാതെ തുറന്നു പറയുന്നതിന് ഒരു ലേഡി പോലീസ് ഓഫീസർ തന്നെ ആയിരിക്കണം ആ മൊഴികളൊക്കെ രേഖപ്പെടുത്തേണ്ടത്. ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള, ശാരീരികമായ വൈകല്യങ്ങളുള്ള സഹജീവികളുടെ പരാതികൾ അവരുടെ വീടുകളിൽ പോയി അല്ലെങ്കിൽ അവർക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ പോയി അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതാണ്. ഇനിയും ഇൻഫർമെന്റിന് യാതൊരു കാരണവശാലും അവരുടെ ഒപ്പിട്ട മൊഴിയുടെ പകർപ്പ് വൈകിക്കാൻ പാടില്ല. ഉടനടി തന്നെ ആ മൊഴിയുടെ പകർപ്പ് നൽകണം എന്നുള്ളതാണ്. ഇനി ഇൻഫർമേഷൻ കൊടുക്കുന്ന പോലീസ് ഓഫീസർ ഇൻഫർമേഷൻ വാങ്ങാൻ ബാധ്യസ്ഥനായ പോലീസ് ഉദ്യോഗസ്ഥൻ അത് വിസമ്മതിക്കുകയാണെങ്കിൽ അത് എഴുതി ആ ജില്ലയിലെ പോലീസ് മേധാവിയുടെ പേരിൽ അയച്ചു കൊടുക്കാവുന്നതാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ പറയുന്ന മൊഴി ഒരു കൺഫെഷൻ്റെ, ഒരു കുറ്റസമ്മതത്തിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ ഒരു സത്യസന്ധമായ ഒരു വിവരണമായി മാറുന്ന ഒരു കൺഫെഷനാണ് എന്ന് തോന്നുന്നു എങ്കിൽ അത്തരം കൺഫെഷൻ നടത്തുന്ന വ്യക്തിയെ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ സമീപം അയച്ച് ആ മൊഴി രേഖപ്പെടുത്താവുന്നതാണ്. കൺഫെഷൻ ആയിട്ട് വകുപ്പ് 183 പ്രകാരം, പുതിയ നിയമത്തിലെ 183ാമത് വകുപ്പ് പ്രകാരം അത് രേഖപ്പെടുത്താവുന്നു. ഇത്രയും മാറ്റങ്ങളോടുകൂടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വിവര സാങ്കേതിക കാലഘട്ടത്തിൽ അത് ഇൻഫർമേഷനായി സ്വീകരിക്കാവുന്ന, അത് നിയമപരമായി സാധ്യതയുള്ള വസ്തുതയാക്കിക്കൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് സെക്ഷൻ 173 പ്രകാരം വളരെ വിശദമായി പരിഗണിക്കപ്പെട്ടു. ഇനിയും കോടതി വിധികളുടെ പഴയതും പുതിയതും നിലനിൽക്കുന്നതുമായ ജഡ്ജ് മെയ്ഡ് ലോ ധാരാളമുണ്ട്. ഡിലേ ഇൻ FIR, അതുപോലെ FIR സാക്ഷികൾ കൂറുമാറുക, ഈ രീതിയിൽ FIRൽ ഒമിഷൻസിൻ്റെ FIR, അതൊക്കെ പുതിയ സാഹചര്യങ്ങളിൽ പഴയ നിർണയിക്കപ്പെട്ട കേസുകളുടെ വെളിച്ചത്തിൽ പുതിയ കോടതികളിൽ അത് അവതരിപ്പിക്കാൻ അഭിഭാഷകന് സ്വാതന്ത്ര്യമുണ്ട്, കക്ഷികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ അഭിഭാഷകനും കക്ഷിക്കും ഒക്കെ പുതിയതായ ഈ നിയമം വളരെ ആഴത്തിൽ പഠിക്കേണ്ട ആവശ്യം ഉരുത്തിരിഞ്ഞിരിക്കുക. നിങ്ങൾക്കേവർക്കും നമസ്കാരം.